ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സന്ദേശം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത്. ദുരന്തശേഷം ഒരു മാസക്കാലമായി അതിജീവനത്തിന്റെ ഓരോ പാഠവും നാം അഭ്യസിച്ചു വരികയാണ്. ദുരന്ത മേഖലയിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുറവുണ്ടാവരുത് എന്ന നിർബന്ധമാണ് സർക്കാരിന് ഉള്ളത്. ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ GLPS, വെള്ളാർമല GVHS സ്കൂളുകളുടെ കുട്ടികൾക്ക് മേപ്പാടിയിൽ പഠന സൗകര്യങ്ങൾ ഒരുക്കി പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വെള്ളാർമല GVHS മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ GLPS മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുന്നത്. ഈ വിദ്യാലയങ്ങളിലേക്കുള്ള പുനഃപ്രവേശനോത്സവം ഇന്ന് നടക്കുകയാണ്. നാടിന്റെ ആകെ നൊമ്പരമായി മാറിയ ദുരിതങ്ങളുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന വേളയിലാണ് പുനഃപ്രവേശനോത്സവം നടക്കുന്നത്. പരസ്പരം കൈകോർത്ത് പിടിച്ച് ഒന്നിച്ചൊരു മനസ്സായി വിഷമവൃത്തങ്ങൾ കരകയറാനുള്ള ജീവിത പാഠമാണ് അധ്യയനത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ആർജിക്കുക. അതിനുള്ള തുടക്കമാണ് ഇന്നത്തെ പുനഃപ്രവേശനോത്സവം. ദുരന്തം കൊണ്ടുപോയ സഹപാഠികളുടെയും ബന്ധുക്കളുടെയും സ്പന്ദിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ കണ്ണീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് അധ്യയനത്തിലേക്ക് തിരിച്ചെത്തുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കുകയാണ് സ്നേഹത്തോടെ സസ്നേഹം പിണറായി വിജയൻ. ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള കേളു ശ്രീ ശശീന്ദ്രൻ, ബഹുമാനപ്പെട്ട MLA, ജില്ലാ കളക്ടർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ, സമാനതകളില്ലാത്ത ദുരന്തത്തെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ പ്രദേശം. എന്നാൽ ഏതൊരു ദുരന്തത്തെയും അഭിമുഖീകരിക്കുന്നതിനുള്ള മനക്കരുത്ത് മലയാളിക്കുണ്ട്. അത് തെളിയിച്ച കഴിഞ്ഞ വയനാട്ടുകാർ, അത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വയനാട്ടുകാർ. ദുരന്തബാധിത പ്രദേശത്തെ പുനർനിർമ്മിക്കുവാനുള്ള പ്രയത്നത്തിലാണ് സംസ്ഥാന സർക്കാർ. അതിന്റെ ആദ്യഘട്ടമാണ് ഈ മേഖലയിലെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസ പാതയിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് GVHS വെള്ളാമലയിലും മുണ്ടക്കൈ LP സ്കൂളിലെയും പഠനം കൊണ്ട് 40 ദിവസത്തോളം തടസ്സമായിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിച്ച സ്കൂളുകളിൽ 30 ദിവസവും അധ്യയനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടി അധിക പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും. നഷ്ടപ്പെട്ടു പോയ കെട്ടിടങ്ങൾക്കും കളിസ്ഥലത്തിനും പകരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ദുരിതാശ്വാസ പാക്കേജിൽ ഉൾപ്പെടുത്തി നവീന സൗകര്യമുള്ള സ്കൂളുകളായി പുനർനിർമ്മിക്കും. ഇതിനകം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി സഹകരിച്ച് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ് ശില്പശാല നടത്തിയിട്ടുണ്ട്. എല്ലാ ആധുനിക സൗകര്യങ്ങളും വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്യും. അക്കാദമി രംഗത്ത് നഷ്ടപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ അധിക സമയം പഠനത്തിലൂടെ പരിഹരിക്കും. ഇതിനാവശ്യമായ ബെഞ്ച് മെറ്റീരിയലുകൾ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കും. സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയും ഡയറ്റും ഇതിനായി പ്രത്യേക പ്ലാൻ തയ്യാറാക്കും. ദുരന്തമുഖത്ത് പകച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് പിന്തുണയ്ക്കുവാൻ സൈക്കോ സോഷ്യൽ പിന്തുണ പരിപാടികൾ ഏർപ്പെടുത്തും. വിദ്യാഭ്യാസ വകുപ്പിന്റെ സമഗ്ര ശിക്ഷ അധ്യാപകർക്കും രക്ഷിതാക്കൾക്ക് ഇതിനകം തന്നെ പരിശീലനം നൽകി കഴിഞ്ഞു. ഓൺസെറ്റ് സപ്പോർട്ട് ഏർപ്പെടുത്തുന്നതിനുള്ള അധ്യാപകർക്കും കുട്ടികൾക്കും നിരന്തര പ്രഗത്ഭരായ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. രക്ഷിതാക്കൾക്കും സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മറ്റു ജോലിക്കാർക്കും പ്രത്യേക പരിശീലനം നൽകും. ഈ കുട്ടികൾക്ക് തുടർന്നങ്ങോട്ട് മെന്ററിംഗ് ഏർപ്പെടുത്തും. ആവശ്യമായ പിന്തുണ സാമഗ്രികൾ, ക്യാമ്പുകൾ, ചെറുയാത്രകൾ, ശില്പശാലകൾ, ചർച്ചാവേദികൾ തുടങ്ങി ജനാധിപത്യ വിദ്യാഭ്യാസ രീതിയിലൂടെ നഷ്ടപ്പെട്ട അധ്യയന ദിനങ്ങൾ വീണ്ടെടുക്കുകയും പഠനവിടവ് പരിഹരിക്കുകയും ചെയ്യും. വയനാട് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് SSLC സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് നിലവിലെ നടപടിക്രമങ്ങൾ നിശ്ചിത ഫീസും ഒഴിവാക്കിക്കൊണ്ട് അവ ലഭിക്കുന്നതിന് സർക്കാർ ഉത്തരവായിരുന്നു. ആയത് പ്രകാരം വയനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് മുഖേന ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ശ്രദ്ധിക്ക്. വയനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് മുഖേന
SSLC സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ട ആകെ 188 അപേക്ഷകളുടെ വിവരങ്ങൾ ശേഖരിച്ച് പരീക്ഷ ലഭ്യമാക്കിയിരുന്നു. അതിൽ 135 പേരുടെ സർട്ടിഫിക്കറ്റുകൾ ഇന്ന് ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നതാണ്. ശേഷിക്കുന്ന 33 സർട്ടിഫിക്കറ്റുകൾ 2000 മുൻപുള്ളവ ആയതിനാൽ അവയുടെ 1-ാം പേജ് പൂരിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട സ്കൂളുകളിലേക്ക് അയച്ച് കൊടുത്തിട്ടുണ്ട്. അവയുടെ നടപടികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, വയനാടൊപ്പം ഈ നാട് ഒന്നാകെ ഉണ്ട്. സമാനതയില്ലാത്ത ദുരന്തം സംഭവിച്ച വയനാട്ടിൽ സമാനതയില്ലാത്ത പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. അതിനുള്ള നിശ്ചയദാർഢ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. ദുരന്തഘട്ടത്തിൽ വയനാട്ടിലെ ജനതയ്ക്കൊപ്പം നിലകൊണ്ട എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സംഭവിച്ചത് സംഭവിച്ചു. നമുക്ക് പരിഹരിക്കാൻ വിടുവാൻ കഴിയാത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. എങ്കിലും നമുക്ക് മുന്നോട്ട് പോകണം. നിങ്ങളെ ഈ നാട് ചേർത്ത് പിടിക്കുന്നുണ്ട്. പഠിച്ച് മുന്നേറുക. ഇതിനായി എല്ലാ സാഹചര്യവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കും. ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന് ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ബസിന്റെ കൽപ്പറ്റമ്മൂട്ടിൽ നിന്നും 92 കുട്ടികൾ വരുന്നുണ്ട്. ചൂണ്ടൽ മേഖലയിൽ നിന്ന് 27 കുട്ടികൾ വരുന്നുണ്ട്. വടുവച്ചാലിൽ നിന്ന് 55 കുട്ടികൾ വരുന്നുണ്ട്. അവരുടെ ബസിന്റെ സൗകര്യക്കുറവുണ്ടെന്ന് പറഞ്ഞ് അത് KSRTC ഇല്ലെങ്കിൽ പകരം സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളാർമല GVHS ആണല്ലോ വലിയ കെടുതി ഉണ്ടായിരുന്നു. 553 കുട്ടികൾ പഠിക്കുന്ന ചൂരൽമല പ്രദേശത്ത് അവിടെ കിഫി മുഖാന്തരം നിർമ്മിച്ച ഒരു കെട്ടിടം അവശേഷിക്കുന്നു. ആ കെട്ടിടം വെള്ളാർമല GVHSന് ഉചിതമായ വേറെ കെട്ടിടം സൗകര്യപ്രദമായ സ്ഥലത്ത് കെട്ടുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അതോടൊപ്പം കിഫി ഫണ്ട് ഉപയോഗിച്ച് കിട്ടിയ തകരാതിരിക്കുന്ന കെട്ടിടം നമ്മുടെ എല്ലാവരുടെയും സ്മാരകമായി നിലനിർത്തണമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. ആ ആഗ്രഹത്തെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ ഇടപെടുന്ന ഒരു കാര്യമല്ല എങ്കിൽ തന്നെയും നമ്മുടെ 2 അധ്യാപകരുടെ, ശാലിനി ടീച്ചറിന്റെയും അശ്വതി ടീച്ചറിന്റെയും, കുട്ടികൾക്ക് ഇഷ്ടമുള്ള 2 ടീച്ചർമാരുടെ ഈ അവസരത്തിൽ കുട്ടികൾക്ക് ആവശ്യമാണ് എന്ന് ഏതും മുണ്ടക്കൈ LPSലെ 2 ടീച്ചർമാരുടെ സേവനം ആ സ്കൂളിൽ ആവശ്യമാണെന്ന് പറയുന്നത് വിദ്യാഭ്യാസ ഡയറക്ടറുടെ ആലോചിച്ചിട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കാവുന്ന കാര്യം കൂടി ഞാനിവിടെ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പുനഃപ്രവേശനോത്സവം ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.